നമുക്ക് പോയിട്ട് ഒരു വീട് വാങ്ങാനോ സ്ഥലം മേടിക്കാനുള്ള കഴിവ് സാമ്പത്തികമില്ലാത്ത ആൾക്കാരെ നമ്മൾ ജനാധിപത്യത്തിൽ രാജഭരണത്തിൽ ഇത്രയും അനീതി നടക്കുമെന്ന് എനിക്ക് തോന്നി. പരാതി പോലും സ്വീകരിച്ചിട്ടില്ല. ഏകദേശം ഈ കക്വ ഭാഗത്ത് തന്നെ 6 കുടുംബങ്ങള് വീടുകൾ 5 സെന്റ് 4 സെന്റ് 10 സെന്റ് ആയിട്ട് ജീവിക്കുന്നവരുടെ സ്ഥലം കംപ്ലീറ്റും വീടുകൾ നഷ്ടപ്പെട്ടു. രേഖയിലേ ഇല്ല. പരാതി അവിടെ കൊടുക്കാൻ നേരത്തെ അവര് പരാതി സ്വീകരിക്കുന്നില്ല. 90 സെന്റ് സ്ഥലം ഉള്ളതിൽ 20 സെന്റ് സ്ഥലമേ ഉള്ളൂ. ബാക്കി 70 സെന്റ് സ്ഥലം നഷ്ടപ്പെട്ടു. ഇതിന്റെ അളന്ന് പോയപ്പോൾ 5 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ 3 സെന്റ് സ്ഥലത്തിന്റെ അതിലാണ് വീട് ഇരിക്കുന്നത്. അതുമില്ല. അത് തിരുത്തേണ്ടത് ഞങ്ങളല്ല, സർക്കാരാണ്, ഗവൺമെന്റ് ആണ്. ഇതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പൊ ശരിയായിട്ട് ശരിയായിട്ട് ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തര വന്നെത്തിയിരിക്കുന്നത് കീഴ്പള്ളി കക്കുവ പാലത്തിന് സമീപത്തുള്ള വീടുകളുടെ മുന്നിലാണ്. ഇവിടെ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത്. അവർ ആധാരത്തിലുള്ള പട്ടയത്തിൽ നികുതി അടയ്ക്കുന്ന സ്ഥലം ഇപ്പോൾ അവരുടെ പേരിലല്ല ഉള്ളത് എന്നുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത്. അപ്പോൾ അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പം ഇവിടെ വർഷങ്ങളായി ഇവിടെ തന്നെ സ്ഥിരമായി താമസിക്കുന്നവരൊക്കെ ഉണ്ട്. ഇക്കയുടെ പേര് ഹൈദ്രോസ്. എന്താണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇവിടുത്തെ ആളം പഞ്ചായത്തിൽ പുറമ്പോക്ക് സ്ഥലമില്ല. ഏക്കേക്കര സ്ഥലമാണ്. ഏക്കേക്കര സ്ഥലം പുഴൻ്റെ അക്കര ഇക്കരി ഏക്കേക്കര സ്ഥലം. ഈ ഏക്കേക്കര സ്ഥലത്ത് പുറമ്പോക്ക് സ്ഥലമില്ല എന്നാണ് ഏക്കേക്കാർ വാദിച്ചു. അത് പാസ്സാവും ചെയ്തു. പഞ്ചായത്ത് അത് അറിയില്ല. പഞ്ചായത്തിന് റെക്കോർഡും ഇല്ല. പഞ്ചായത്തിന് 62 മുതൽ ഇങ്ങോട്ട് റെക്കോർഡുള്ളൂ. അവിടെ 62 മുതൽ അങ്ങോട്ട് പഞ്ചായത്തിന് റെക്കോർഡില്ല. ഇവിടെ പുറമ്പോക്ക് സ്ഥലമുണ്ട് എന്നുള്ളൊരു റെക്കോർഡില്ല. അതാണ് അതിൻ്റെ വസ്തുത. പിന്നെ 68 EMS നമ്പൂതിരിപ്പാടുള്ള സമയത്ത് 12 കൊല്ലം താമസക്കാരുള്ള ഒരു കൈവശ ഭൂമിയിൽ അവർക്ക് പട്ടയം കൊടുക്കണമെന്ന് ഒരു നിയമം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ പഞ്ചായത്തും ഈ നാട്ടുകാരും മുഴുവൻ പാസ്സാക്കിയതാണ്. അത് 71 പ്രാബല്യത്തിൽ വരുന്നതുമാണ്. 71 അത് പ്രാബല്യത്തിൽ വന്ന അതിൻ്റെ ശേഷമാണ് ഈ ജനങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങിയത്. അത് വിലക്ക് വാങ്ങിയതാണ്. മറ്റോരുത്തരുടെ എമ്മികളേറ്റുനിന്ന് വിലക്ക് വാങ്ങി അവർക്ക് അതിന് നീതി അടച്ചു, പട്ടയം കൊടുത്തു. ഇതെല്ലാം അവരിങ്ങനെ കൃഷി ചെയ്തു. തെങ്ങും കഴുങ്ങും റബ്ബറും എല്ലാം വെച്ചു. വലിയ ആദായം ആയിപ്പോൾ നല്ല ആദായമായി. വീട് വെച്ച് ലോൺ എടുത്തിട്ടാണ്. അതായത് മറ്റുള്ളൊന്നല്ല, ലോൺ എടുത്തിട്ടാണ് ഈ ആധാരം വെച്ചിട്ടാണ് ലോൺ എടുത്തത്. ഇതുവരെ അതിനൊരു തടസ്സം വന്നിട്ടില്ല. ഈ കഴിഞ്ഞ മാസം വരെ നീതി അടച്ചു. ഈ കഴിഞ്ഞ മാസം വരെ നീതി അടച്ച സ്ഥലങ്ങളിലാണ് ഇതെല്ലാം മൊത്തം ഉള്ളത്. പിന്നെ ഇപ്പം രണ്ടാമത് ഒരു നീതി അളവ് വന്ന സമയത്ത് ഓരോരുത്തരുടെ കൈവശമുള്ള സ്ഥലത്തിൻ്റെ ഭൂമിൻ്റെ അളവ് അവർ തിരിച്ചു. അത് അതിൻ്റെ ആധാരവും നീതി ചുറ്റും കാണിച്ചു കൊടുത്തു. ഈ പട്ടയമെല്ലാം കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം ചിലവർക്ക് 1 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റ് എല്ലാം കുറവുണ്ട് ചിലവർക്ക്. അതിപ്പോൾ റോഡ് വരുന്ന സമയത്ത് റോഡ് അടക്കം ഉള്ള നമ്മൾ അന്നത്തെ അളവ് ഇപ്പം റോഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് ലേശം സ്ഥലം കുറവുണ്ടാവും. അത് എല്ലാ സ്ഥലങ്ങളിലും ചില 1-2 സെൻറ്റ് സ്ഥലം കൂടുതലുണ്ടാവും. ചിലവർക്ക് 1-2 സ്ഥലം കുറവുണ്ടാവും. ഇത്രയും കുറവ് വരാനുള്ള കാരണം ഇപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു. ഈ പ്രഖ്യാപനം വന്ന സമയത്ത് അടുത്ത് നമ്മൾ ഈ പേപ്പറിൽ കാണുക എന്നല്ലാതെ മറ്റൊരു രീതിയിലും നമ്മളതിൽ ഇല്ല. പരാതി പോലും സ്വീകരിച്ചിട്ടില്ല. പരാതി സ്വീകരിച്ചിട്ടാൽ AK കുഞ്ഞുമാനാജിക്ക് അമ്പലക്കണ്ടിയിൽ 100 ചില്ലറ ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അത് മിച്ചഭൂമിയായി. ആ മിച്ചഭൂമിക്ക് ഇപ്പോൾ പട്ടയം കൊടുത്തു. എന്നുവെച്ചാൽ ഇപ്പം ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു കാരണവശാലും അവരവിടുന്ന് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇക്കയുടെ വാക്കുകളാണ് കേട്ടത്. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ ഉണ്ട്. ഏട്ടൻ്റെ പേര് മത്തായി ജോസഫ്. എന്താണ് ഇപ്പോൾ ഈ സർവേയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതായത് ഞങ്ങളെ ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ ബന്ധപ്പെട്ടു.
അവർ പറഞ്ഞത് നിങ്ങളെ ഒഴിവാക്കുകയോ മറ്റു തരത്തിലോ ഇല്ല. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ വരെ നികുതി അടച്ച് കൈവശം വെച്ച് കൃഷി ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം അൺസർവേഡ് ആയിട്ട് മാറ്റിയത് കൊണ്ട് അടുത്ത പ്രാവശ്യം നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആ സ്ഥലം കുറച്ചേ നികുതി അടയ്ക്കുകയുള്ളൂ. ഫലത്തിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏകദേശം ഈ കക്വ ഭാഗത്ത് തന്നെ 6 കുടുംബങ്ങൾ വീടുകൾ 5 സെൻറ്റ് 4 സെൻറ്റ് 10 സെൻറ്റ് ആയിട്ട് ജീവിക്കുന്നവരുടെ സ്ഥലം കംപ്ലീറ്റും വീടുകൾ നഷ്ടപ്പെട്ടു. രേഖയിലേ ഇല്ല. അവർ ഒരു ലോൺ എടുക്കാനോ മറ്റു തരത്തിലോ ഒരു തരത്തിൽ അവരുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. രണ്ടാമത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 37 സെൻറ്റ് സ്ഥലമുള്ളതിൽ 37 സെൻറ്റ് സ്ഥലവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നല്ലൊരു വീട് വെച്ചതാണ്. ആ വീടും പോയി 5 സെൻറ്റ് സ്ഥലമാണ് ബാക്കിയുള്ളത്. പരാതി കൊടുക്കാൻ ചെന്നപ്പം റെക്കോർഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒഴിവാക്കി. ഇതാണിപ്പം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളെ കൈയൊഴിഞ്ഞു വിടുകയില്ലായിരിക്കും. ഇന്നലെ വരെ നികുതി അടച്ച് ഞങ്ങൾ സ്വന്തമായി വെച്ചനുഭവിച്ചു വന്ന് ഞങ്ങളുടെ കൃഷിയും ഞങ്ങളുടെ ഭൂസ്വത്തും ഒരു നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വന്ന എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ 90 സെൻറ്റ് സ്ഥലമുള്ളതിൽ 20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ബാക്കി 70 സെൻറ്റ് സ്ഥലം നഷ്ടപ്പെട്ടു. ഇതിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ളത്. അങ്ങനെ ഇവിടുന്ന് അനവധി പഴയ സർവേ നമ്പർ 304 അനവധി പേരുടെ സ്ഥലവും വീടുകളും നഷ്ടപ്പെട്ടു. ഈ ചുറ്റുവട്ടത്ത് തന്നെ 6 പേരുടെ വീട് നഷ്ടപ്പെട്ടപ്പം ഇതിൻ്റെ അപ്പുറത്തോട് ബാക്കിയുള്ളവരുടെ ഉണ്ട് സാറേ. 16 സെന്റ് പട്ടയുള്ള സ്ഥലത്തിൽ ആധാരം ചെയ്ത് 33 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിപ്പോൾ റീസർവേ വന്നപ്പോൾ 5 സെന്റായിട്ട് ഉള്ളത്. ബാക്കി 28 സെന്റും പോയിട്ടാണുള്ളത്. വീടടക്കം പോയിട്ടുള്ള ലോൺ എടുത്ത് വെച്ച വീടാണുള്ളത്. ഈ ആധാരത്തിനുള്ളിൽ ലോൺ എടുത്ത് വെച്ച വീടാണുള്ളത്. ഇപ്പോൾ വീടടക്കത്തെ റീസർവേയിൽ പോയിട്ടാണുള്ളത്. അതിൻ്റെ വീടിൻ്റെ പുറകിലേക്ക് ഇപ്പോൾ 5 സെന്റേ ബാക്കിയുള്ളൂ. അവിടെ പോയപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? അവിടെ പോയപ്പോൾ അപേക്ഷ പരാതി കൊടുക്കാൻ നേരത്തെ പരാതി ഇവിടെ തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട് MLA അങ്ങനെയൊക്കെ കൊടുക്കാനാണ് പറയുന്നത്. പരാതി സ്വീകരിച്ചില്ല. പരാതി അവിടെ തന്നിട്ട് കാര്യമില്ല എന്നാണ് അവർ ഒഴിവാക്കിയത്. ജനങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 സെന്റ് സ്ഥലമുള്ള ഒരു ഉമ്മയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഉമ്മ, എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? 5 സെന്റ് സ്ഥലമുള്ളത് പോകാൻ പാടില്ല. ഈ 5 സെന്റ് സ്ഥലമുള്ളത് 2 ആധാറാണ്. 3 സെന്റിന്റെ വേറെ, 2.25 സെന്റിന്റെ വേറെ. അപ്പോൾ അതിനകത്ത് 3 സെന്റിനകത്താണ് ഒരു വീട് വെച്ചിട്ടുള്ളത്. അത് പോകാൻ പറയുമ്പോൾ നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പോയിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ ഉള്ള കഴിവുമില്ല, സാമ്പത്തികവും ഇല്ല. പിന്നെ അതുമല്ല, എനിക്കൊരു വീട് വെച്ചതന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയിട്ട് ഞാൻ വെച്ചത്. അതുപോലെ ഒരു സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ. എത്ര വർഷം ഇവിടെ താമസിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലം പോകാൻ പാടില്ല. നമുക്ക് അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണം. അതാണ് പറയാനുള്ളത്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 36 കൊല്ലമായി. 36 കൊല്ലം. ആദ്യം ആറിന ഫാമിനകത്തായിരുന്നു. ആധാരമുണ്ട്, അതേപോലെ തന്നെ അനീതിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇടങ്ങൂടാണെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് 5.25 സെന്റ് സ്ഥലം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇത് പോയി നോക്കാൻ പോയില്ല. നമ്മൾ അറിയുന്ന ആൾക്കാർ പോയിട്ട് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങളെ സ്ഥലം 3 സെന്റ് സ്ഥലം പോയിട്ടുണ്ട്, അതിനകത്താണ് വീടുള്ളത്. അപ്പം അത് പോകാമെന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് വിഷമം. നമുക്ക് പോയിട്ട് ഒരു വീട് വാങ്ങാനോ സ്ഥലം മേടിക്കാനുള്ള കഴിവും സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ. കഴിഞ്ഞ പോലെ 23-ല് പട്ടയം അടച്ചതാ, നികുതി അടച്ച രസീറ്റ് എല്ലാം കെട്ടിക്കാത്തല്ല. അതെല്ലാം ഭർത്താവ് കിട്ടിട്ടാ പോയത്. റിസൾട്ട് പറഞ്ഞപ്പോ ഒന്നുമില്ലാന്ന്. ഈ സ്ഥലത്ത് തന്നെയാണ് വീടുള്ളത്. ഈ സ്ഥലത്ത് തന്നെ അതല്ലേ വീട്. ഈ റോഡിന്റെ പകുതി 4 സെന്റ് കൃത്യമായിട്ടും അതിര് അളന്നിട്ടുണ്ട്. ഇടങ്ങും കിട്ടിയതാ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ സ്ഥലത്തിന്റെ പകുതി സ്ഥലം കൊടുത്തിട്ടാണ് റോഡാക്കിയത്. നമുക്കിപ്പോൾ ഒന്നുമില്ലെന്നാ പറയുന്നത്. സ്ഥലമില്ല, വീടുമില്ല. ഏക്കർ സ്ഥലമാണ് എനിക്കുണ്ടായിരുന്നത്. അതിപ്പോൾ റീസർവേ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു കുറവില്ലാന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ആറളത്ത് പോയി അന്വേഷിച്ച് നോക്കുമ്പം അവിടെ 20 സെന്റ് സ്ഥലമേ ഉള്ളൂ. ബാക്കി എല്ലാം അൺസർവേഡാന്ന് പറഞ്ഞ്. അതിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിച്ചു. കഴിഞ്ഞ വർഷമൊക്കെ നികുതി 24 വരെ നികുതി അടച്ചതാണ്. പട്ടയമുണ്ട്, ആധാരമുണ്ട്, നികുതി രസീതും എല്ലാം നിലക്കൊണ്ടാണ്. ആധാരത്തിൽ പുഴയാണ് അതിലുള്ളത്. അവിടെ അങ്ങനെ വേറെ റിസർവോ ഇല്ല. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? അധികൃതരോട് പറയാനുള്ളത് നമുക്കല്ലാതെ നമുക്ക് തന്നെ ഇടപെട്ട് അടിയന്തരമായിട്ട് ഇതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. അവർ കരട് വിജ്ഞാപനം ചെയ്തപ്പം എൻ്റെ 20 സെന്റ് സ്ഥലമില്ല. അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഞങ്ങളോട് ആരും പറഞ്ഞു. ഉടനെ സർവേ ചെയ്ത ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചു. സാറേ എന്താ ഇതിങ്ങനെ? അന്നേരം പറഞ്ഞ് 933 പറഞ്ഞ സാറേ 90 കൊല്ലം മുമ്പാണ്. ജനാധിപത്യത്തിലായത് രാജഭരണത്തിൽ ഇത്രയും അനീതി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ആധാരവും പട്ടയവും ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ അതിർത്തി ഒരു കിഴക്ക് സൈഡ് ഞങ്ങളുടെ അതിർത്തി പുഴയാണ്. അത്
ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് പുഴയതിരി കെട്ടിത്തന്ന ഇങ്ങനെയൊരു അൺസർവേഡ് സ്ഥലം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതിന് പട്ടയവും നികുതി ഈ 2024 വരെ ഞങ്ങൾ നികുതി അടച്ചിട്ടുള്ളതാണ്. ഇപ്പം ശരിയാക്കിത്തരാം ജനറ്റ് പരമ്പര കീഴ്പള്ളി കക്കുവ പാലത്തിന് പുഴയോട് സമീപത്തുള്ള ജനങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ കീഴ്പള്ളി നമ്മുടെ ആർളം റിപ്പോർട്ടറായ ഉത്തമേട്ടൻ ചേരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഉത്തമേട്ട, ഇത് വളരെ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന, അതേപോലെ തന്നെ 5 സെന്റിലും 3 സെന്റിലും ഒക്കെ വീടുകളുള്ള ഇവർ വളരെ ആശങ്കയിലാണ്. വീട് ഇവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് ഒരു മുതിർന്ന റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ഉത്തമേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഇതിപ്പോൾ ആർളത്തെ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആശങ്കയോടുകൂടി, പ്രത്യേകിച്ച് കക്കോയിലുള്ള പാവപ്പെട്ട 5 സെന്റിലും 2 സെന്റിലും ഒക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ, കുടുംബങ്ങൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഈ ആശങ്ക അകറ്റേണ്ടത് തന്നെയാണ്. നേരത്തെ വെമ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ അളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള വിവാദത്തെ പോലെ തന്നെ അതിനേക്കാൾ ഭീകരമാണ് ഇപ്പോൾ ഇവിടെ. കാരണം ഇവിടുത്താണ് അവിടെയൊക്കെ പൊതുവായ സ്ഥലങ്ങളിലും ഒക്കെയാണ് ഇത് വന്നെങ്കിൽ, പള്ളിയുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയി വന്നെങ്കിൽ ഇവിടെ പാവപ്പെട്ട 2 സെന്റിലും 3 സെന്റിലും താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വീട് തന്നെ ഇല്ലാതാകുന്ന, കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതിന് ഗവൺമെൻറ് നടപടി എടുക്കും. നമുക്ക് എഴുമ്പുഴയിലൊക്കെ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആരും കുടിയിറക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ കുടിയിറക്കാൻ പോകുന്നില്ലെങ്കിലും അവർക്ക് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവരുടെ ഭൂമി ക്രയവിക്രയമൊക്കെ നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരും ഇപ്പോൾ ഇതിങ്ങനെ വന്നാൽ. അതുകൊണ്ട് ഇപ്പോൾ കരടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റീസർവേയുടെ കരട് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ആക്ഷേപ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഈ വിഷയം പരിഹരിച്ച് ഇവരോട് പരാതി സ്വീകരിച്ച് ആ പരാതി പരിശോധിച്ച് ന്യായമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ഒരു വിപത്തിലേക്ക്, വലിയ പ്രക്ഷോഭത്തിലേക്ക് ആളുകൾ കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മാത്രമല്ല, മറ്റു പല, അതായത് വിയറ്റ്നാം മുതൽ അങ്ങ് പൂതക്കുണ്ട് വരെയുള്ള ഈ ആർളം കക്കുവ പുഴ, ഉരുട്ടി പുഴയുടെ ഭാഗമായും ആർളം പുഴയുടെ ഭാഗമായിട്ടും പുഴപ്പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നത് 1933 അളന്ന അതിൻ്റെ കല്ലിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ സ്ഥലത്ത് പോലും പോകാതെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി കമ്പ്യൂട്ടറിൽ നോക്കി അടയാളങ്ങൾ നിശ്ചയിച്ച് അളന്നു പോകുന്ന സമീപനമാണ് റീസർവേയുടെ ഭാഗമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക തന്നെ വേണം. അങ്ങനെ പരിഹരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, പാവപ്പെട്ട ജനങ്ങളുടെ, പാവപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും എന്നുള്ള കാര്യത്തിൽ അതിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്കും, നമ്മളൊരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കും പറയാനുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ആശങ്കകൾ മാറ്റണമെന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.